പൊന്മുടി വരെ ഒന്ന് പോയാലോ? നിങ്ങൾ ഇതുവരെ കാണാത്ത പൊന്മുടിയിലെ 3 ഹിഡൻ സ്പോട്ടുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിശക്തമായ മഴയത്താണ് ഞങ്ങൾ പൊന്മുടിയിലേക്ക് പോയത്. മഴയത്തുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. മലകളെല്ലാം മഞ്ഞുമൂടി നിൽക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊരു യാത്ര നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എല്ലാവരും പറയുന്നുണ്ട് പൊന്മുടിയിൽ എന്തുണ്ട് കാണാനെന്ന്. എന്നാൽ അതല്ല, വളരെ മനോഹരമായ 3 സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും വന്നു കണ്ടുപോകുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ മരം ഒരു പ്രത്യേക രസം തന്നെയാണ് കാണാൻ. ഇവിടുന്ന് താഴേക്ക് പോകുമ്പോഴാണ് ടീ എസ്റ്റേറ്റുകളും ടീ ഫാക്ടറിയും കാണാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞാൽ പൊന്മുടിയിലെ ഒരു സ്കൂളിലേക്കാണ് ഈ വഴി പോകുന്നത്. ഇനിയാണ് ഞാൻ പറഞ്ഞ് കണ്ടാൽ പേടി തോന്നിക്കുന്ന പഴയ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ. കാട്ടുപോത്തും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണിത്. ഇനി നമ്മൾ പോകുന്നത് മലഞ്ചരിവുകളിലെ നീരുറവയിലേക്കാണ്. പാല് പോലെ പതിഞ്ഞൊഴുകുന്ന കാട്ടിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം. പച്ചപ്പടിഞ്ഞ പ്രകൃതിയിൽ ഈ വെള്ളച്ചാട്ടം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കൂറ്റൻ മലകളുടെ താഴ്വാരത്തായി ജോനാഥ് സായിപ്പ് പണിഞ്ഞ അധികമാർക്കും അറിയാത്ത അതിമനോഹരമായ ഒരു ബംഗ്ലാവിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. ഫോട്ടോയിൽ കാണുന്നത് പോലുള്ള ഒരു പിക്ചറാണ് ഇത് കാണുമ്പോൾ മനസ്സിൽ വരുന്നത്. വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ജോനാഥ് ബംഗ്ലാവിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിന് 20,000 രൂപയാണ് പെർ ഡേ ചാർജ് ചെയ്യുന്നത്. 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതിനടുത്തായി സിംഗിൾ റൂംസും അവൈലബിൾ ആണ്. 3,500 രൂപയാണ് പെർ ഡേ ചാർജ് ചെയ്യുന്നത്. വെള്ളച്ചാട്ടവും ബംഗ്ലാവും മർച്ചിസ്റ്റൺ എസ്റ്റേറ്റിനുള്ളിലാണ് ഉള്ളത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.